എൻട്രൻസിൽ തന്നെ ഒരു രക്തക്കണ്ണീരിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അമ്മ എനിക്ക് വേണ്ടി കരഞ്ഞു രക്തക്കണ്ണീരൊഴുക്കി കരയുന്നു. അങ്ങനെ എനിക്ക് ശരിക്കും ഞാൻ തകർന്ന ഒരു ഹൃദയത്തോടെയാണ് ഇവിടെ കയറി വരുന്നത്. കയറി വന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഇവിടെ ഇരുന്ന് ഈ അമ്മ മാതാവിനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ ഞാൻ. അമ്മ മാതാവ് ഈ ഗ്ലാസ് പൊട്ടിച്ച് വന്ന് എന്നെ എടുക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അതിനുശേഷം ഞാൻ എത്രയോ കിൻഡൽ ഭാരമായിട്ടാണ് ഞാൻ ഈ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നത്. പക്ഷേ അമ്മ എന്നെ എടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായതിന് ശേഷം ഞാനൊരു പഞ്ഞിത്തുണ്ട് പോലെയായി തീർന്നു. എനിക്ക് പിന്നെ ഒന്നും ഇവിടെ അറിയുന്നില്ല. ഞാനിവിടെ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. ഞാൻ അപേക്ഷകളൊന്നും എഴുതിയിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഞാനങ്ങ് വീട്ടിൽ പോയി. അപ്പോൾ അതിന് ശേഷം ഞാൻ അങ്ങനെ വീട്ടിൽ പോയി അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ യാതൊരു വിധമായ ഒരു വിഷമോ ടെൻഷനോ ഒന്നുമില്ല. എൻ്റെ പേര് ലിസി ജോസഫ്. ഞാൻ വരുന്നത് കർണാടകയിൽ നിന്ന്. ഞാൻ ഈ പുണ്യഭൂമിയിൽ കാലുകുത്തുന്നത് 2019 അത് ഞാൻ സ്വന്തം ഇഷ്ടത്തിൽ വന്നതല്ല. അമ്മ മാതാവ് എൻ്റെ നാത്തൂനിലൂടെ എന്നെ ഇവിടെ എത്തിക്കുകയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് 10-22 വർഷം ഞാൻ കരയാത്ത ഒറ്റ ഒരു ദിവസവും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി സങ്കടത്തോടെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ ശരിക്കും പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും, ബൈബിള് വായിക്കും. അങ്ങനെയൊക്കെ ഇരുന്നാണ് എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ മാറ്റുന്നത്. അങ്ങനെ എനിക്ക് തോന്നി ഒരു ധ്യാനത്തിന് പോകാം. ഭയങ്കര ഒരു സങ്കടം വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ ധ്യാനത്തിന് പോകാം. അങ്ങനെ ഒരു ധ്യാനം കൂടി. അപ്പോൾ അവിടെ കൗൺസിലിങ്ങിന് പറഞ്ഞത് അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്, അമ്മ മാതാവ് എനിക്ക് വേണ്ടി കരയുന്നു എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് ആദ്യ എൻട്രൻസിൽ തന്നെ ഒരു രക്തക്കണ്ണീരിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അമ്മ എനിക്ക് വേണ്ടി കരഞ്ഞു രക്തക്കണ്ണീരൊഴുക്കി കരയുന്നു. അങ്ങനെ എനിക്ക് ശരിക്കും ഞാൻ തകർന്ന ഒരു ഹൃദയത്തോടെയാണ് ഇവിടെ കയറി വരുന്നത്. കയറി വന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഇവിടെ ഇരുന്ന് ഈ അമ്മ മാതാവിനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ ഞാൻ. അമ്മ മാതാവ് ഈ ഗ്ലാസ് പൊട്ടിച്ച് വന്ന് എന്നെ എടുക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അതിന് ശേഷം ഞാൻ എത്രയോ കിൻഡൽ ഭാരമായിട്ടാണ് ഞാൻ ഈ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നത്. പക്ഷേ അമ്മ എന്നെ എടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായതിന് ശേഷം ഞാനൊരു പഞ്ഞിത്തുണ്ട് പോലെയായി തീർന്നു. എനിക്ക് പിന്നെ ഒന്നും ഇവിടെ അറിയുന്നില്ല. ഞാനിവിടെ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. ഞാൻ അപേക്ഷകളൊന്നും എഴുതിയിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഞാനങ്ങ് വീട്ടിൽ പോയി. അപ്പോൾ അതിന് ശേഷം ഞാൻ അങ്ങനെ വീട്ടിൽ പോയി അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ യാതൊരു വിധമായ ഒരു വിഷമോ ടെൻഷനോ ഒന്നുമില്ല. ഒരു നിമിഷം പോലും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. അമ്മ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ ആദ്യം ഇവിടുത്തെ പ്രാർത്ഥനകളോ ഒന്നും നോക്കിയതും എടുത്തു നിന്നില്ല. അപ്പം ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴല്ല എനിക്ക് കൃപാസനത്തിലെ ധ്യാനങ്ങൾ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ധ്യാനം അത് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിലൂടെ ധ്യാനങ്ങൾ കാണുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ എന്നോട് ആരോ ഇങ്ങനെ പറയുന്ന പോലെ കൃപാസനത്തിലെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യയോട് എനിക്ക് പ്രാർത്ഥന അയച്ചു തരാൻ പറഞ്ഞ് അവർ തന്നില്ല. പക്ഷേ എൻ്റെ തിരക്ക് കാരണം. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിലെ പ്രാർത്ഥനകൾ വേണമായിരുന്നു, എൻ്റെ ഈ പ്രാർത്ഥന ഇല്ലെന്ന് പറഞ്ഞു. അപ്പം തന്നെ ചേച്ചി എനിക്ക് പ്രാർത്ഥന അയച്ചു തന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും രാത്രിയും രാവിലെയും ചെല്ലാൻ തുടങ്ങി. വെളുപ്പിനെ 5:30 ചിലപ്പോൾ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 4 കാശ് രൂപ ഉണ്ടായിരുന്നു ഇവിടത്തെ. അത് ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ചിരിക്കുമായിരുന്നു. എന്നോടപ്പോൾ ആരോ ഇങ്ങനെ പറയുന്നു. അപ്പോൾ എൻ്റെ മോനെ ജോലിക്ക് പോവുകയാണ്, ബൈക്കിലാണ് പോകുന്നത്. അവന് സ്വല്പം നീളക്കുറവാണ്. അവന് ബൈക്ക് കാലെത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവൻ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇവൻ ബൈക്ക് അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ എന്നോട് ഇങ്ങനെ ആരോ പറയുന്നത് ശരിക്കും ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു മനസ്സിലാക്കുന്ന എൻ്റെ അമ്മ മാതാവ് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കാശ് രൂപ എടുത്ത് മോൻ്റെ ബാഗിനകത്ത് ചോറ് വെച്ചപ്പോൾ ആ കൂട്ടത്തിൽ കാശ് രൂപ എടുത്ത് വെച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പം എനിക്ക് ഭയങ്കര അസ്വസ്ഥത. എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു മോനെ ഫോണിൽ വിളിക്കൂ എന്ന് പറയുന്നു. ഞാൻ പക്ഷേ മോന് ഫോൺ വിളിച്ചില്ല. മോൻ വണ്ടി ഓടിച്ചും കൊണ്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവനെന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് ഓർത്ത് ഞാൻ ഫോൺ വിളിച്ചില്ല. എനിക്ക് ഭയങ്കര വീണ്ടും ശരീരത്തിന് എന്തോ അസ്വസ്ഥത തോന്നി. ഞാൻ പോയിരുന്നു കൊന്ത ചൊല്ലാൻ തുടങ്ങി. കൊന്ത ചൊല്ലി 4-ാം രഹസ്യമായപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണ് റിങ്ങായി. ഫോൺ എടുത്തപ്പോൾ ഹസ്ബൻഡിനോട് ആരോ പറയുന്നു മകൻ്റെ വണ്ടി ആക്സിഡൻ്റായി, വണ്ടി തീ പിടിച്ചു, പക്ഷേ മകൻ ഒരു കുഴപ്പവും സംഭവിച്ചില്ലെന്ന്.
അപ്പം ഞാൻ കൊന്ത നിർത്തിയിട്ട് ഓടി വന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അത് മോൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിരിക്കുന്നു, മോന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഓടി വന്ന് മോനെ വിളിച്ചു. മോനെ വിളിച്ചപ്പോൾ അയാൾ ചിരിക്കുകയാണ്. മമ്മി ഒരു കാരണവശാലും വിഷമിക്കരുത്, എനിക്കൊരു കുഴപ്പവും ഇല്ല, വണ്ടി പോയി മമ്മി, വണ്ടി പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വണ്ടി പോയിക്കോട്ടെ, നിനക്കൊന്നും സംഭവിച്ചില്ലേ? ഇല്ല മമ്മി, എനിക്കൊന്നും സംഭവിച്ചില്ല, മമ്മി വിഷമിക്കരുത്, എനിക്കൊന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും അടുത്തുള്ളവരും എല്ലാം വേഗം നമ്മുടെ കാറിന് തന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ വണ്ടി മൊത്തം കത്തി തീർന്ന് ടയർ മാത്രമുണ്ട്. പക്ഷേ മോൻ വണ്ടിയുടെ പുറത്തുനിന്ന് ഉച്ചയും കുത്തി ചെന്നാണ് നിലത്ത് വീണ്. ഹൈവേ റോഡാണ്. മോൻ അവിടെ വീണതുമല്ല, വണ്ടിക്ക് തീ പിടിച്ചു. ഫുൾ ടാങ്ക് പെട്രോളായിരുന്നു. വണ്ടിക്ക് തീ പിടിച്ച് മോൻ്റെ മുഖത്തോട്ട് പറന്ന് ചെല്ലുമായിരുന്നു. പക്ഷേ ആ സമയത്തും ആരോ വന്ന് കൈകളിൽ താങ്ങിയതുപോലെ മോനെ എടുത്തു മാറ്റുകയാണ് ചെയ്തത്. കണ്ടവർക്കെല്ലാം ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇതെന്താ സംഭവിച്ചെന്ന് ആർക്കും മനസ്സില്ല. ഭയങ്കര ശരിക്കും ഞാനിന്ന് വിശ്വസിക്കുന്നു എൻ്റെ അമ്മ മാതാവ് ഈശോപ്പായും ആ സ്പോട്ടിലുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ എടുത്ത് രക്ഷിച്ചതാണെന്ന് ഞാനിന്നും വിശ്വസിക്കുന്നു. ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം എനിക്ക് വീട്ടിലിരിക്കാൻ വയ്യ, എനിക്ക് വരണം കൃപാസനത്തിൽ അമ്മയുടെ ഇടയ്ക്ക് വന്ന് സാക്ഷ്യം പറയണം എന്നുള്ള ഒറ്റ ഒരു ചിന്തയുള്ളായിരുന്നു. അങ്ങനെ എൻ്റെ മൂത്ത മോൻ മസ്കറ്റിലായിരുന്നു. മോൻ വന്നപ്പോൾ ഞാൻ മോനെയും കൂട്ടി വന്ന്, ഞാനും എൻ്റെ മകനും എൻ്റെ ചേച്ചിയും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനും, ഞങ്ങൾ 5 പേര് കൂടി വരുമായിരുന്നു. അപ്പം എനിക്ക് ഊണിലും ഉറക്കത്തിലെല്ലാം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിങ്ങനെ നടക്കുന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരിക്കൽ വന്ന് എനിക്ക് നന്ദി പറയണം, അതേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ വന്നു. ഞങ്ങൾ ട്രെയിനിൽ വരുമായിരുന്നു. രാത്രി 3 മണിക്കാണ് ട്രെയിൻ കായംകുളം സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഞങ്ങൾ കായംകുളം സ്റ്റേഷനിൽ വന്ന് എല്ലാവരും മോൻ സമയമെല്ലാം നോക്കിക്കൊണ്ട് എല്ലാവരോടും പറഞ്ഞ് വണ്ടി നിർത്താനായി വാന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റിരുന്നു. അപ്പോൾ എനിക്ക് ഇച്ചിരി മൂലക്കുരുവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് കെട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പം ഇരിക്കുമ്പോൾ എനിക്ക് വേദന എടുത്തുകൊണ്ട് ഞാൻ പയ്യെ ഇങ്ങനെ ചാരിക്കിടന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്നവരും എല്ലാവരും അങ്ങ് കിടന്നപ്പോൾ എന്നോട് ആരോ പറയുന്നുണ്ട് എല്ലാവരും ഇവിടെ കിടന്നുറങ്ങും, വണ്ടി അടുത്ത സ്റ്റേഷനിൽ പോയി നിൽക്കുമെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പം കായംകുളം ജംഗ്ഷനിൽ നിന്ന് വണ്ടി നിർത്തിയിട്ട് അടുത്ത സ്റ്റേഷനിലോട്ട് പാസ്സാവുകയാണ്. ഞാൻ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആരോടും പറഞ്ഞില്ല, വണ്ടി നിർത്തിയിട്ട് വിട്ടു പോവുകയാണെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ ഡോറിൻ്റെ അരികെ വന്നപ്പം വണ്ടി അവിടെ കുറേ ദൂരം, സ്റ്റേഷനിൽ നിന്ന് കുറേ ദൂരം പാസ്സായി. എന്നിട്ട് വണ്ടി അവിടെ നിന്നു. ഞങ്ങൾ 5 പേരും പുറത്തിറങ്ങി. ഞങ്ങൾ 5 പേരും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വണ്ടി പാസ്സായി. അപ്പം പോലീസ് അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. പോലീസ് വന്ന് ചോദിച്ചു ഞങ്ങളോട് ആരാ വണ്ടി പിടിച്ച് നിർത്തിയെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ആരും വണ്ടി പിടിച്ച് നിർത്തിയില്ല, ഞങ്ങൾ കായംകുളം ജംഗ്ഷനിൽ ഇറങ്ങി. ആ കായംകുളം സ്റ്റേഷൻ അവിടെ ആയിരുന്നു, വണ്ടി നിർത്തി എന്നിട്ട് പോരുന്നതല്ലേ, പിന്നെ ആരാ വണ്ടി പിടിച്ച് നിർത്തിയെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ആരും വണ്ടി പിടിച്ച് നിർത്തിയില്ലെന്ന്. അപ്പോൾ പുള്ളിക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റിയില്ല, കാര്യം വണ്ടി വീണ്ടും പാസ്സായി കഴിഞ്ഞു. അങ്ങനെ പക്ഷേ അന്ന് എനിക്ക് അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഉടമ്പടി എടുക്കാതെ സാക്ഷ്യം പറയാൻ പറ്റുമെന്നുള്ളത്. അത് കാരണം അന്ന് സാക്ഷ്യം പറഞ്ഞില്ല. സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്താണ്. അമ്മ മാതാവ് ചെയ്ത അനുഗ്രഹം പറയാൻ. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചിരുന്നു. ഞങ്ങൾക്ക് 12 വർഷമായിട്ട് എൻ്റെ വീടും സ്ഥലവും കച്ചവടം ആയിട്ടില്ല. വീടില്ല, കാലി സ്ഥലമായിരുന്നു, റബ്ബർ തോട്ടമായിരുന്നു. ആ സ്ഥലം കച്ചവടം ആയിട്ടില്ലായിരുന്നു. ആ കച്ചവടം ചെയ്യാനായിട്ട് ഞങ്ങൾ 12 വർഷമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ അതിലിങ്ങനെ വെച്ചിരുന്നു, അമ്മ മാതാവേ ആ സ്ഥലം ഒന്ന് കച്ചവടമാക്കി തരണേ എന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ സ്ഥലം ഞങ്ങൾക്ക് വാങ്ങാനും. പക്ഷേ ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്നിട്ട് ഞാൻ അമ്മയോട് ഇങ്ങനെ സൂചിപ്പിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു വിശ്വാസം, അമ്മ ഇങ്ങനെ തരുന്നു. ഞാൻ അത് അമ്മയോട് അത് എപ്പോഴും പറഞ്ഞുകൊണ്ടൊന്നും ഇരുന്നില്ല, അമ്മ അത് ചെയ്തു തരുമെന്നുള്ളൊരു വിശ്വാസം. അമ്മയുടെ എന്നിട്ട് പറഞ്ഞു അമ്മ എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് സ്ഥലവും കൂടെ തന്നാൽ മതി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കായി നല്ല വിലയിൽ ആ 2 ഏക്കർ സ്ഥലമായിരുന്നു ആദ്യം ഉള്ളത്, അതും കച്ചവടമായി. ഞാൻ 5 സെൻറ്റ് സ്ഥലം അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ഞങ്ങൾക്ക് 5 ഏക്കർ സ്ഥലവും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞു ഞങ്ങളുടെ 25ാമത്തെ വിവാഹ വാർഷികത്തിന് ഞങ്ങളതിങ്ങനെ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാനായിട്ട് ഒരു മകനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം നിങ്ങൾ 25ാം വിവാഹ വാർഷികം ആഘോഷിക്കാതെ മകനെ കെട്ടിക്ക്. അപ്പം മകന് 24 വയസ്സേ ആയിട്ടുള്ളൂ, മകനെ കെട്ടിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ടല്ലോ, മകൻ്റെ കാര്യം ഈശോപ്പായും അമ്മ മാതാവും നടത്തി തരും. അപ്പം പറഞ്ഞു ഇല്ല, നിങ്ങൾ ഇരുന്ന് കണ്ണീരൊഴുക്കും, ഞങ്ങളുടെയൊക്കെ കാല് പിടിച്ചും കൊണ്ട് നിങ്ങളുടെ മകൻ്റെ കല്യാണം നടക്കാത്തതിന് നിങ്ങൾ കരയുമെന്ന് പറയും. അതിൻ്റെ ചങ്കിൽ കുത്തുന്ന ഒരു അനുഭവമായിപ്പോയി. എന്നിട്ട് ഞാൻ ശരിക്കും ഓർക്കുമ്പോൾ ചങ്ക് പൊട്ടി കരയും. എന്നിട്ട് ഈശോയോട് ഞാൻ പറയും എൻ്റെ ഈശോയെ ആ കുഞ്ഞിനെ അറിവില്ലാതെ പറഞ്ഞു, അവനെ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് അവനെ ശിക്ഷിക്കരുതേ. ഈശോപ്പായിട്ട് ഞാൻ അങ്ങനെ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ
എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഈശോപ്പായും എൻ്റെ അമ്മ മാതാവുമാണ്. നിങ്ങൾ എനിക്കെല്ലാം നടത്തി തരുന്നു, എൻ്റെ മക്കൾക്ക് കല്യാണവും നടത്തി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇത് അപ്പം ഞാനിത് ഓർക്കാതെ കരയുമ്പോൾ എൻ്റെ മക്കൾ പറയും, അമ്മ എന്തിനാ കരയുന്നേ, എല്ലാം ഈശോ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഈശോയുടെ എൻ്റെ അമ്മ മാതാവിൻ്റെ മകളാണ്. എൻ്റെ ഈശോപ്പായും എൻ്റെ അമ്മ മാതാവ് എനിക്കൊന്നും മോശമായിട്ട് തന്നിട്ടില്ല, എല്ലാം നന്മയെ തന്നിട്ടുള്ളൂ. അങ്ങനെ 24-ാമത്തെ വയസ്സിൽ അവനിത് പറഞ്ഞു. 25-ാമത്തെ വയസ്സ് ഞാനിവിടെ വന്ന് ഏപ്രിൽ 28-ന് 2022 ഏപ്രിൽ 28-ന് ഉടമ്പടി എടുത്തു. മെയ് ആദ്യ ആഴ്ച തന്നെ എൻ്റെ മകനൊരു വിവാഹാലോചന, അത് ഞങ്ങൾ കർണാടകയിൽ താമസിക്കുന്നു, കൊല്ലത്ത് നിന്ന് ഒരു വിവാഹാലോചന വന്നു. ഞങ്ങളത് ഫിക്സ് ചെയ്ത് വെച്ചു. 1.5 വർഷം കഴിഞ്ഞു. ഇന്നലെ എൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു കൊല്ലം മുണ്ടക്കൽ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു മോളെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. 26-ാമത്തെ വയസ്സിൽ എൻ്റെ മകൻ്റെ കല്യാണം ഈശോപ്പായും അമ്മ മാതാവും നിന്ന് അതിമനോഹരമായി നടത്തി തന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞങ്ങൾ 3-ാം തീയതി അവിടെ നിന്ന് തിരിച്ചതാണ്. ഇന്നലെ കല്യാണം. എനിക്കിന്ന് സാക്ഷ്യം പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് എന്നിട്ടും എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ മാതാവ് ചെയ്തു തന്ന ഈശോപ്പായും അമ്മ മാതാവും ചെയ്തു തന്ന അനുഗ്രഹം എനിക്ക് എല്ലാവരെയും അറിയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വന്നു, സാക്ഷ്യം പറഞ്ഞു.